കോഴിക്കോട് രാമനാട്ടുകരയിൽ ചാലിയാർ പുഴയുടെ കൈവഴിയിൽ മാരക വിഷം കലക്കി മത്സ്യബന്ധനം നടത്താൻ ശ്രമം. നാട്ടുകാർ സംഘടിച്ചെത്തിയതോടെ വലകളും മാരകായുധങ്ങളും ഉപേക്ഷിച്ച് മൂന്നംഗ സംഘം ഓടി രക്ഷപ്പെട്ടു. ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ച ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വിഷം കലക്കിയതിനെ തുടർന്ന് പുഴയിൽ വൻതോതിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തി. ഇന്ന് പുലർച്ചെ രാമനാട്ടുകര നഗരസഭയ്ക്ക് സമീപമുള്ള മുട്ടിയറ പാലത്തിനടുത്ത് ചാലിയാർ പുഴയിലേക്ക് വരുന്ന കൈവഴിയിലാണ് സംഭവം. പുഴയിൽ മാരകമായ വിഷം കലക്കിയ ശേഷം വലവിരിച്ച് വൻതോതിൽ മീൻ പിടിക്കാനായിരുന്നു സംഘത്തിന്റെ നീക്കം. പുലർച്ചെ പുഴയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ആളുകളെ കണ്ടതോടെ നാട്ടുകാർ സ്ഥലത്തേക്ക് ഓടിക്കൂടുകയായിരുന്നു. നാട്ടുകാരെ കണ്ടതോടെ പ്രതികളായ മൂന്നംഗ സംഘം പുഴയ്ക്കരികിൽ തങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ സഹായമൊരുക്കാനായി എത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവറെ നാട്ടുകാർ തടഞ്ഞുവെക്കുകയും തുടർന്ന് ഫറോക്ക് പോലീസിന് കൈമാറുകയും ചെയ്തു. മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലകൾ, വെട്ടുകത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ, പ്രതികളെത്തിയ ഒരു സ്വകാര്യ ഓട്ടോറിക്ഷ എന്നിവ പുഴക്കരയിൽ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെടുത്തു. ഈ പുഴയിൽ വിഷം കലക്കിക്കൊണ്ട് ആളുകൾ മീൻ പിടിക്കുന്ന ഒരു പ്രവണതയാണ് വർഷങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൽപ്പെട്ട പെട്ടെന്ന് സംശയിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തുകയും പോലീസിൽ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വിഷം കലക്കുന്നതോടൊപ്പം തന്നെ താഴെ നമ്മുടെ കല്ലമ്പാറ വരെയുള്ള ഭാഗങ്ങളിലെ മത്സ്യങ്ങൾ പൂർണ്ണമായിട്ടും നശിച്ചു പോകും. പുഴയിൽ വിഷം കലക്കിയതിനെ തുടർന്ന് മേഖലയിൽ വലിയ രീതിയിലാണ് ചെറുമീനുകൾ ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾ ചത്തുപൊന്തിയിരിക്കുന്നത്. ചാലിയാറിനെ ആശ്രയിച്ച് മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ഒട്ടനവധി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാർഗമാണ് ഇത്തരക്കാരുടെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ മൂലം ഇല്ലാതാകുന്നത്. പ്രദേശവാസികളുടെയും തൊഴിലാളികളുടെയും പരാതിയിൽ ഫറോക്ക് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓടി രക്ഷപ്പെട്ട 3 പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ന്യൂസ് മലയാളം, കോഴിക്കോട്.